നമസ്കാരം. ജോർജ് സോറോസ് പണി കൊടുത്തവരുടെ കൂട്ടത്തിൽ സ്മൃതി ഇറാനിയും ഉണ്ട്. നരേന്ദ്രമോദിയെ വിമർശിച്ച അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിനെതിരെ ആഞ്ഞടിച്ചതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയുടെ തോൽവിക്ക് കാരണമായത് എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2023 ജനുവരിയിൽ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരു പിടി ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ജോർജ് സോറോസ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിച്ചുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദി അല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രസംഗത്തിനെതിരെയാണ് ഇന്ത്യയിലെ ആഞ്ഞടിച്ചത് സ്മൃതി ഇറാനി തന്നെയാണ്. 2023 ഫെബ്രുവരി 17-നാണ് സ്മൃതി ഇറാനി ജോർജ് സോറോസിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുക എന്ന ദുരുദ്ദേശമാണ് ജോർജ് സോറോസിന് എന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രതികരണം. 1992-ൽ UK ഉണ്ടായ ബ്ലാക്ക് വെനസ്ഡേ കറൻസി പ്രതിസന്ധിയിൽ കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സോറോസ് $10 ബില്യൺ വിലമതിക്കുന്ന ബ്രിട്ടീഷ് കറൻസി പൗണ്ട് സ്റ്റെർലിംഗ് അധാർമികമായി വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നിരുന്നു. തങ്ങളുടെ കറൻസിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യശോഷണം നേരിട്ടതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകരുകയായിരുന്നു. അങ്ങനെ സൊറോസിന് ദ മാൻ ഹു ബ്രോക്ക് ദി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന വട്ടപ്പേരും ലഭിക്കുകയായിരുന്നു. 1996-ൽ ഫിൻലാൻഡിന് മേൽ നടന്ന സാമ്പത്തിക ആക്രമണത്തിന് പിന്നിലും ജോർജ് സോറോസ് തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് സ്മൃതി ഇറാനി ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നത്. സ്മൃതിയെ ആവുന്നത്ര ചൊറിയാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പാർലമെന്റിൽ വെച്ച് ഫ്ലൈയിങ് കിസ് വരെ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. തന്റെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നീങ്ങുന്ന ഒരു സർക്കാരിനെയാണ് ജോർജ് സോറോസ് ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നത് എന്നും മോദി സർക്കാരിൽ നിന്ന് അത് ലഭിക്കുമെന്ന് കരുതണ്ട എന്നും സ്മൃതി ഇറാനി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്മൃതി ഇറാനി മത്സരിച്ച UPയിലെ അമേഠിയിൽ സോറോസുമായി ബന്ധപ്പെട്ട NGOകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനുള്ള കാരണവും. അങ്ങനെ കള്ളപ്രചാരങ്ങളും മാർക്കറ്റിൽ പൈസയും ഇറക്കി ജോർജ് സോറോസ് തന്ത്രങ്ങൾ മെനയുക തന്നെയായിരുന്നു. അതന്ന് നിർഭാഗ്യവശാൽ ബലം കാണുകയും ചെയ്തു. 2020 ജനുവരി ലോക സാമ്പത്തിക ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിലെ ദേശീയതയ്ക്കും ദേശീയവാദികൾക്കും സർക്കാരിനുമെതിരെ പോരാടാൻ $1 ബില്യൺ നീക്കിവെക്കുമെന്ന് ജോർജ് സോറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിനെതിരെ ആഗോളതലത്തിൽ കടുത്ത പ്രചാരമാണ് സോറോസ് അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. നരേന്ദ്രമോദിക്കും ഭാരതത്തിനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുമെതിരെയുള്ള തന്റെ വിഷലിപ്തമായ പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സോറോസ് ഇപ്പോഴും പദ്ധതിയിടുന്നു എന്നത് വ്യക്തമായ കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധിയും അമ്മയും മോളും ഒക്കെ ചേർന്ന് പല കുപ്രചാരങ്ങൾ മോദി സർക്കാരിനെ വീഴ്ത്താനായി നടത്തുന്നുണ്ട് ഇപ്പോഴും. അതൊന്നും ഇപ്പോൾ ബലവത്താകുന്നില്ല എന്നത് മാത്രമല്ല, കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പുതിയതായി ഇറക്കിയ അംബേദ്കർ വിവാദവും സോറോസിന്റെ മനസ്സിൽ ഉദിച്ച ഐഡിയ തന്നെയാണ്. ഹിന്ദുക്കളെ വിഭജിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പം ചേർക്കാനുള്ള പ്ലാൻ ആയിരുന്നു അവരുടേത്. പക്ഷെ അത് വേണ്ടതുപോലെ BJPയുടെ മുന്നിൽ വർക്കാകുന്നില്ല എന്നതാണ് വാസ്തവം.